അമൂല്യ നിധി കണ്ടെത്തിയതിന്റെ പേരിൽ ലോകശ്രദ്ധയാകർഷിച്ച പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലായിരുന്നു. വീട്ടുതടങ്കലിൽ നിന്നും ഐതിഹാസികമായി രക്ഷപ്പെട്ട നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ ഒളിവിൽ കഴിഞ്ഞിരുന്നുവെന്ന് ബ്രിട്ടീഷുകാർ സംശയിച്ചിരുന്നതിനാലാണിത്. നേതാജി ഇവിടെ ഒളിവിൽ പാർക്കുന്നുണ്ടെന്ന് കാണിച്ച് മദ്രാസിലുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് കത്ത് ലഭിച്ചതിനെ തുടർന്നാണ് നേതാജിക്കായി ബ്രിട്ടീഷ് സൈന്യം ഇവിടെ വലവിരിച്ചത്. ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1941 ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കണ്ണ് വെട്ടിച്ച് വിദേശത്തേക്ക് കടന്ന നേതാജി രഹസ്യമായി തിരിച്ചുവന്ന് ക്ഷേത്രത്തിനുള്ളിൽ ഒളിവിൽ കഴിയുന്നുവെന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. മദ്രാസ് സംസ്ഥാനത്തെ റസിഡന്റായിരുന്ന ലഫ്റ്റനന്റ് കേണൽ GP മർഫിക്കാണ് ഇത്തരത്തിൽ ഒരു സന്ദേശം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർക്ക് ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായി കേരള സംസ്ഥാന ആർക്കൈവ്സിൽ സൂക്ഷിച്ചിരുന്ന രേഖകളിൽ പറയുന്നു. എന്നാൽ ക്ഷേത്രത്തിൽ നേതാജിയെ തിരഞ്ഞ ബ്രിട്ടീഷ് സൈന്യത്തിന് നിരാശയായിരുന്നു ഫലം. നേതാജി കൂടുതൽ അപകടകാരിയായിട്ടായിരിക്കും മടങ്ങിയെത്തുക എന്ന് ബ്രിട്ടീഷുകാർ ഭയന്നിരുന്നു. അതിനായി തിരഞ്ഞെടുക്കുന്നത് സമുദ്ര സാന്നിധ്യമുള്ള കേരളമാണെന്നും അവർ കണക്കുകൂട്ടി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പിന്തുണ നേടുന്നതിനായി 1941 വിദേശത്തേക്ക് രക്ഷപ്പെട്ട നേതാജി സുഭാഷ് ചന്ദ്രബോസ് രഹസ്യമായി മടങ്ങിയെത്തിയെന്നും തിരുവിതാംകൂറിൽ വേഷപ്രച്ഛന്നനായി താമസിച്ചു വരികയാണെന്നുമാണ് മർഫിക്ക് ലഭിച്ച സന്ദേശം. കൽക്കട്ടയിൽ ബ്രിട്ടീഷ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച ഒരു ഊമക്കത്ത് ലഭിക്കുകയായിരുന്നു. അത് പിന്നീട് മദ്രാസ് റെസിഡന്റിന് അയച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ തിരുവിതാംകൂർ പോലീസ് നടത്തിയ തിരച്ചിലിൽ ക്ഷേത്രത്തിലോ സമീപത്തെ അഗ്രഹാരങ്ങളിലോ നേതാജി കഴിയുന്നതായി കണ്ടെത്താൻ സാധിച്ചില്ല. ഇക്കാര്യം ദിവാൻ റെസിഡന്റിനെ അറിയിക്കുന്നുണ്ട്. തുടർന്ന് 1941 മാർച്ച് 26 മർഫി ദിവാൻ അയച്ച സന്ദേശത്തിൽ നേതാജി കൽക്കട്ടയിലെ വസതിയിൽ നിന്ന് അപ്രത്യക്ഷനായി എന്ന് പറയുന്നു. നേതാജി വ്യാജ പാസ്പോർട്ട് സംഘടിപ്പിച്ച് SS തായ്സത്ത് എന്ന കപ്പലിൽ ജപ്പാനിലേക്കോ റഷ്യയിലേക്കോ പോയതായാണ് ഉള്ളടക്കം. നേതാജി കൂടുതൽ അപകടകാരിയായിട്ടായിരിക്കും മടങ്ങിയെത്തുക എന്ന് ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു. തിരുവിതാംകൂർ ഏതെങ്കിലും തുറമുഖം വഴിയായിരിക്കും നേതാജി മടങ്ങിയെത്തുക എന്നും മർഫി അടക്കമുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കരുതിയിരുന്നു. ഇക്കാര്യം തിരുവിതാംകൂർ ദിവാനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ദിവാൻ തിരുവിതാംകൂർ പോലീസ് IG അറിയിക്കുകയും ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. 1931 മാർച്ച് 31 ദിവാൻ മർഫിക്ക് എഴുതിയ കത്തിൽ നേതാജിയുടെ മടക്കത്തെക്കുറിച്ച് സംസ്ഥാനം ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. തങ്ങളുടെ കണ്ണിലെ കരടായിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന വിപ്ലവകാരി ക്ഷേത്രത്തിലോ പരിസരങ്ങളിലോ ഒളിവിൽ കഴിയുന്നു എന്ന ഭയമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് അന്നുണ്ടായിരുന്നത്.